ബി.ജെ.പി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരമാണ് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നതെങ്കിൽ അവരുടെ വോട്ടിംഗ് ശതമാനമൊക്കെ ഇത്തവണ തിരുവനന്തപുരത്തൊക്കെ 35% എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. അത്ര വലിയ പ്രതീക്ഷയാണ് അവർ വയ്ക്കുന്നത്. അപ്പോൾ ഇത്തവണ തലസ്ഥാനം, പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രൻ മേയറായി ഭരിച്ച് ഇല്ലാതാക്കി അഴിമതിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന തലസ്ഥാനം, ആ തലസ്ഥാനത്തിന് CPM വരണ്ട എന്ന് ഒരുപക്ഷെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. നാളെയാണ് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. അത്തരത്തിൽ ആര്യ രാജേന്ദ്രൻ നാശകൂശമാക്കിയിട്ട തലസ്ഥാനത്തെ രക്ഷിക്കാൻ BJPക്ക് കഴിയുകയുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ തലസ്ഥാനം BJPയുടെ കയ്യിലെത്തും. ഇതിലൊക്കെ അപ്പുറം BJPയുടെ വോട്ടിംഗ് ശതമാനം ഏത് തരത്തിലേക്ക് പോകാനാണ് സാധ്യത? BJPയുടെ വോട്ടിംഗ് ശതമാനം അവിടെ ഇരിക്കട്ടെ, കേരളത്തിന്റെ ഒരു വോട്ടിംഗ് മോഡൽ എന്തായിരിക്കും, അവരുടെ ഒരു രീതി എന്തായിരിക്കും, പാറ്റേൺ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. തിരുവനന്തപുരം ആൾറെഡി സർവേയും പ്രവചനങ്ങളും വന്നു കഴിഞ്ഞു. അതായത് അവിടെ 65ഓളം സീറ്റുകൾ നേടുമെന്നാണ്. ഇപ്പോൾ വോട്ടിംഗ് ശതമാനം 35 നിന്നാലും സീറ്റുകൾ 65 നേടാൻ പറ്റും നിഷ്പ്രയാസം. പക്ഷേ ഇതിനകത്തൊരു പാര വരുന്നുണ്ട് തന്നെ. ആ പാര എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കോൺഗ്രസ് ദുർബലമായി കഴിഞ്ഞു, ചിഹ്ന ഭിന്നമായി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നമൊക്കെ വല്ലാതെ അവരെ നാറ്റിച്ചു കളഞ്ഞു. ഇപ്പം സ്ത്രീജനങ്ങളൊക്കെ കോൺഗ്രസിന്റെ താരങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മടിക്കും, അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ മടിക്കും എന്ന ഒരു അവസ്ഥ ഉണ്ട്. ഏറെക്കുറെ ശരിയുമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വലിയൊരു ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് കോൺഗ്രസിന് ബൂത്ത് തലങ്ങളിൽ വലിയ ശക്തിയില്ല. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെ വിധി നിർണ്ണയിക്കുന്നത് ബൂത്ത് ലെവലിലുള്ള അതിൻ്റെ പ്രവർത്തനമാണ്. ഏത് തെരഞ്ഞെടുപ്പിലും അതൊരു അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂത്ത് ലെവലിൽ പ്രവർത്തനം മങ്ങിയതുകൊണ്ട് പലരും കോൺഗ്രസിൻ്റെ ജയം ആശങ്കയിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിൽ വിശ്വസിച്ചിരുന്ന അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടി കോൺഗ്രസ് അല്ലേ ഉള്ളൂ. CPM വിചാരിച്ചാൽ കേരളത്തിലല്ലേ BJPയെ തടയാൻ പറ്റൂ എന്നതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന BJP വന്നാൽ എന്തോ വലിയ വിപത്താണെന്നുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങൾ, അതാണ് ഞാൻ പറയുന്നത്, മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ച മുസ്ലിങ്ങൾ അവരെ മാസായിട്ട് ഈ പ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത് CPMന് വോട്ട് ചെയ്യാനാണ്. അവർ കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് എല്ലാവരും കൂടി പോകുന്നു എന്നുള്ള അല്ല ഞാൻ പറയുന്നത്. അവർ തന്നെ പറഞ്ഞത് ഈ പ്രാവശ്യം BJP വരാതിരിക്കാൻ, BJP വന്നാൽ അത് ശുഭസൂചകമല്ല. ഈ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും അവർ പിടിക്കുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടാൽ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, എന്നാൽ തങ്ങളുടെ ഭാവി അപകടത്തിലാണെന്നുള്ള ഒരു ബോധോദയം കൊണ്ട് അവര് CPMന് വോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മഹല്ലകൾ കേന്ദ്രീകരിച്ചായാലും മസ്ജിദുകൾ കേന്ദ്രീകരിച്ചായാലും അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് കൂടുതലും കോൺസെൻട്രേറ്റഡ് ആണല്ലോ. ആ പോപ്പുലേഷൻ ലെവലിലുള്ള തീരുമാനം അനുസരിച്ചായാലും പിന്നെ അവരുടെ ചില രീതികളുണ്ട്. വിസ്പർ ക്യാമ്പയിൻ, ആളിൽ നിന്ന് ആളിലേക്ക് പോകുന്ന സന്ദേശമായിട്ടും ഒക്കെ അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളത് കൊണ്ട് അത് എങ്ങനെയൊക്കെ ആയിരിക്കും ബാധിക്കുക എന്ന് നമുക്കറിയാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് അത് വലുതായിട്ടൊന്നും ബാധിച്ചില്ലെങ്കിലും ഈ കഴിഞ്ഞ 2ാം ഘട്ടത്തിലെ പോളിംഗ് നടന്ന സ്ഥലങ്ങളിൽ അത് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂരിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്. നോക്കൂ, അതിൻ്റെ ഒരു പാറ്റേൺ നോക്കൂ. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലം. ഞാൻ ഈ പറയുന്നത് മതപരമായിട്ടോ വർഗീയമായിട്ടോ ചിന്തിക്കാൻ വേണ്ടിയിട്ടില്ല. മറ്റൊന്ന് ഏറ്റവും കുറവുള്ളത് 1ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയുടെ പ്രത്യേകത എന്താണ്? പത്തനംതിട്ട ജില്ലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നഗരമല്ലേ? ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ല. ശബരിമലയുടെ ആവേശം അവിടെ കാണിച്ചില്ലെന്ന് അതിനർത്ഥം. പത്തനംതിട്ട ജില്ലയില് അല്ലേ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. തിരുവല്ല, കോഴഞ്ചേരി, അങ്ങനെ നമുക്കറിയാം, കുമ്പനാട്, ഇങ്ങനെയുള്ള ധാരാളം പ്രദേശങ്ങൾ, ബെൽറ്റുകൾ. കോട്ടയം കുഴപ്പമില്ലാതെ പോയി, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ആവേശം കണ്ടില്ല. ശബരിമലയുടെ ആവേശം അവിടെ തുടിച്ചില്ല. മറിച്ച് വടക്കൻ ജില്ലകളിൽ ഒക്കെ പിന്നെ ധാരാളമായിട്ട് മുസ്ലിങ്ങളുടെ ഒരു ഡെമോഗ്രഫി ഉള്ള സ്ഥലങ്ങളിൽ വമ്പിച്ച പോളിംഗാണ് നടന്നത്. വമ്പിച്ച പോളിംഗ് എന്ന് പറയുന്നത് കൂടുതലൊന്നുമല്ല, മൊത്തത്തിൽ ഈ ആളുകളുടെ ഒരു മടുപ്പ് കാണുന്നുണ്ട്, രാഷ്ട്രീയത്തോടുള്ള ഒരു മടുപ്പ് പ്രതിഫലിക്കുന്നുണ്ട് വോട്ടിംഗ് പാറ്റേണിൽ മൊത്തം. അതിനപ്പുറം എങ്ങനെയെങ്കിലും BJPയെ തോൽപ്പിക്കണമെന്നുള്ള ഒരു മനസ്സും
ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? CPM-നോട് ചേർന്ന് കോൺഗ്രസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ BJP-യെ തോൽപ്പിക്കുക എന്നുള്ളത് നിഷ്പ്രയാസമല്ലേ? അങ്ങനെ ഒരു രൂപപ്പെടൽ, ഒരു പരുവപ്പെടൽ, ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. അത് BJP-യുടെ കോട്ടകളെ ഏത് തരത്തിൽ തകർക്കും എന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത് SIR-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പല്ല. മനസ്സിലായോ? ഈ SIR പ്രാദേശിക തലത്തിൽ കൂടി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ തന്നെ ശ്രദ്ധിക്ക്, വന്നു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി വിജയിക്കുകയില്ല കേരളത്തിൽ. ഒരു സംശയം വേണ്ട. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും അവർക്ക് അവിടെ ഭൂരിപക്ഷമുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും വേറൊരു സ്ഥാനാർത്ഥി പോലും മത്സരിക്കാൻ അവരെ അനുവദിക്കാറില്ല. അങ്ങനെയാണ് 12 സ്ഥാനാർത്ഥികൾ ഏകപക്ഷീയമായിട്ട് CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. മനസ്സിലായോ? ആന്തൂർ ഉൾപ്പെടെ അങ്ങനെയാണ് വിജയിച്ചത്. പേടിപ്പിച്ചു ഒരൊറ്റയാൾ വരാം. അങ്ങനെയാണല്ലോ ഒരു BLO ആത്മഹത്യ ചെയ്തത്. എങ്ങനെ? ഈ ഭാഗത്തെങ്ങാനും വന്ന് കള്ള വോട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് അതിന്റെ തല കാണുകയല്ലെന്ന് പറഞ്ഞു. ഒരുതരം പാർട്ടി പ്രവർത്തനമല്ല, ഒരുതരം തീവ്രവാദമാണ് അവിടെ ഭരിക്കുന്നത്. മനസ്സിലായോ? അത് തൃക്കരിപ്പൂരുള്ള ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളില് CPM തോറ്റു തുന്നമ്പാടും SIR വന്നു കഴിഞ്ഞാൽ കള്ള വോട്ടുകൾ കൊണ്ടാണ് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്നിട്ടാണ്, അതുകൊണ്ടാണ് അവർ SIR-നെ എതിർക്കുന്നത്. ഇങ്ങനെ കള്ള വോട്ടുകൾ കൊണ്ടായിരുന്നു അവിടെ RJD ജയിച്ചുകൊണ്ടിരുന്ന ബീഹാറിൽ. അതിന്ന് പൊളിഞ്ഞല്ലോ. തൃണമൂൽ കോൺഗ്രസും ജയിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ SIR നടപ്പാക്കിയ തെരഞ്ഞെടുപ്പ് വരട്ടെ, അവിടെ ആടി പടലം തോറ്റു തുന്നമ്പാടും. അതുപോലെയാണ് കേരളത്തിൽ CPM വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കോൺഗ്രസിനെ അല്ല, CPM-നെ തന്നെ ആയിരിക്കും. അത് സംശയമൊന്നുമില്ലാത്ത കാര്യം. പക്ഷേ അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പായത്. അപ്പൊ സാർ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ഇത്തവണ തൃശ്ശൂരും തിരുവനന്തപുരം BJP പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ CPM-ന് വോട്ട് BJP വരും എന്നുള്ള ഇതിൽ CPM വോട്ട് മറിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ഉറപ്പാണ്. കാരണം അവിടെ മുസ്ലിം ഡെമോഗ്രഫി ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ബട്ട് നാളെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഡെമോഗ്രഫി വളരെ കൂടുതലായിരിക്കും, മുസ്ലിം പോപ്പുലേഷൻ. ഞാനത് തെറ്റെന്ന് പറയുകയല്ല. അവിടെ അപ്പോൾ BJP-യുടെ കുത്തക അവിടെ പോവും, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. തൃശ്ശൂരിൽ മുസ്ലിം ഡെമോഗ്രഫി വർദ്ധിച്ചു വരികയാണ്. ക്രിസ്ത്യൻ പോപ്പുലേഷനാണ് കൂടുതലുള്ളെങ്കിലും അവരുടെ ഡെമോഗ്രഫി എന്ന് പറയുന്നത് അവിടെ വർദ്ധിച്ചു വരികയാണ്, ഡിവിഡൻഡ് കൂടി വരികയാണ്. മലപ്പുറത്ത് ആൾറെഡി കൂടിക്കഴിഞ്ഞു. പക്ഷെ മുസ്ലിങ്ങളും കുറെയൊക്കെ BJP-യോട് ഇപ്പൊ ചേർന്ന് നിൽക്കുന്ന വന്നിട്ടില്ല അത്ര. അതാണ് ഞാൻ പറഞ്ഞത്. അവര് പുറമേ ഇങ്ങനെ പറയുമെങ്കിലും BJP എങ്ങനെങ്കിലും തോൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ. SDP ഒരു കൊലപാതകം നടത്തുമ്പോൾ ശക്തമായിട്ട് എതിർക്കുന്ന ഏത് മുസ്ലിം നേതാവുള്ളത്? അബ്ദുള്ള പറഞ്ഞു, സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ കൺവിക്ഷനാണ് പറയുന്നത്, കാപട്യമില്ല. അയാൾ പറഞ്ഞു ഇന്ത്യയാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാനുള്ള സ്ഥലം. ഒവൈസിയും വിദേശങ്ങളിൽ പോകുമ്പോൾ അത് പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ പോകുമ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ അത് സമ്മതിക്കാൻ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെയല്ലേ ഇപ്പൊ തിരുപ്പതിക്കുണ്ടം എന്ന് പറയുന്ന സ്ഥലം വെച്ചുകൊണ്ട് അവിടെ നോക്കൂ, രോഹിംഗ്യ മുസ്ലിങ്ങളെക്കാൾ കഷ്ടമല്ലേ ഹിന്ദുക്കളുടെ കാര്യം? അവർക്കൊരു വിളക്കൊന്ന് കത്തിക്കണം എന്നുള്ള വിശ്വാസം പോലും നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലായില്ലേ ഹിന്ദുക്കൾ ഇവിടെ? മഹാഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളുടെ ഗതി രോഹിംഗ്യ മുസ്ലിങ്ങളെ പോലെ മോശമല്ലേ? ഞാൻ വർഗീയത പറയുകയല്ല. ഒരു മതവിഭാഗത്തിന് മാത്രം എല്ലാ സ്വാതന്ത്ര്യങ്ങളും തടയപ്പെടുന്നു അല്ലേ? മറ്റുള്ളവർക്കെല്ലാം വാരിക്കോരിയും കൊടുക്കുന്നു. ഒരു പ്രക്ഷോഭം ഉണ്ടാകാത്തതിൻ്റെ കാര്യം സ്റ്റാലിൻ എന്ന് പറയുന്ന മുടിയനായ പുത്രൻ മനസ്സിലാക്കണം. അതായത് സനാതനധർമ്മം അതിലുള്ള വിശ്വാസം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ത്യ പലതായി മാറിയനെ, ഒരു സംശയം വേണ്ട. അതിൻ്റെ ഒരു ആരംഭം കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ സൂചനകൾ നൽകുന്നത്. മതം അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയത്തെ അതാണ് ഒരു അരാഷ്ട്രീയത വരും. അരാഷ്ട്രീയത വന്നു കഴിഞ്ഞാൽ പിന്നെ വർഗീയതയിലേക്കാണ് അത് പോകുന്നത്. അത് CPM പറയുന്നത് സത്യം തന്നെയാണ്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരാശങ്കയുണ്ട്. അങ്ങനെ വരാതിരിക്കട്ടെ. വികസനം എന്നൊരു മുദ്രാവാക്യം അവിടെ ഡോമിനൻ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അതിൻ്റെ ഒരു തേരാളിയാണ് മോദി എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏക ആശ്വാസവും പ്രതീക്ഷയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.